റിയൽ വുഡ് വർക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടു. ഇതിൻ്റെ മേക്കിംഗ് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കഥയും തിരക്കഥയും ഇതിൻ്റെ ആക്ടിങ്ങും ഇതിൻ്റെ എന്താ പറയുക എഡിറ്റിങ്ങും ക്യാമറയും ഡയറക്ഷനും എല്ലാം ഞാൻ തന്നെ. അതുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും തിരുത്തപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ വ്യക്തമായിട്ട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഈ ഓണക്കാലത്ത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ സമയം വരേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ ഞാൻ ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണണം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. യെസ്, ഇതിപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് 46 ഇഞ്ചിൻ്റെ പീസാണ്, സീറ്റിൻ്റെ പീസ്. അതൊരുമിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഈ തലക്കൽ നമ്മൾ ഒഴിവിട്ടിരിക്കുന്നത് 1.25 ഇഞ്ച്, 1.25 ഇഞ്ച് ഒഴിവ്, പിന്നെ ഒരു 1.25 ഹോള്, പിന്നെ ഒരു 3/8 ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഒരു 1.25 ഇഞ്ചിൻ്റെ ഹോൾ വരും. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 50 ഇഞ്ചിൻ്റെയാണ്. 50 ഇഞ്ച് നീളമാണിത്. ഇതാണ് ഹെഡ് റെസ്റ്റ് വരുന്ന പീസ്. ഇതിൻ്റെ താഴത്തെ വശമാണ് ഇപ്പോൾ വരക്കുന്നത്. അവിടെ ഒരു 1.25 ഇഞ്ച് സ്പേസ് വിട്ടിട്ട് ഒരു 1.25 ഹോളിടും. 50 ഇഞ്ചാണത്. ഒരു സ്പേസ് വിട്ടിട്ട് പട്ടിയുടെ വീതിയാണ് 1.25, അതിന് ഹോളിടും. ഇനി നമ്മൾ മറ്റേ വശം ഇത് ഹെഡ് റെസ്റ്റ് വരുന്ന വശം, അവിടെ നമ്മൾ 3 ഇഞ്ച്
5/8 ആണ് സ്പേസ് വിടുന്നത്. ആ വളവുള്ള പീസ് വരുന്ന ഭാഗമാണ്. എന്നിട്ട് അതിൽ 2.5 ഇഞ്ചിൻ്റെ ഹോൾ ഇടും. ബാക്കി മുകളിൽ നമ്മൾ ഇടും 3 ഇഞ്ച് 5/8. പിന്നെ ഒരു 3/8 ആണ് സ്പേസ് വിടും. പിന്നെ ഒരു 1.25 ഇഞ്ചിൻ്റെ ഹോള്. ഇത് 3 ഇഞ്ച് 5/8 നിന്ന് 2.5 ഇഞ്ച് ഹോള്. ഇത് 3/8. ഇത് 1.25 ഇഞ്ച് കാണിച്ചത് അത് ഹോളാണ്. ഇവിടെ 1.25 ഇഞ്ച് ഹോളാണ്. താഴത്തെ ഒരു 1.25 ഇഞ്ച് സ്പേസ് ഫ്രീ ആയിട്ട് വിടും. അങ്ങനെയാണ് 50 ഇഞ്ചിൻ്റെ പീസ് വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ 46 ഇഞ്ചിൻ്റെ താഴത്തെ തുളയാണ് വരക്കുന്നത്. 1.25 ഇഞ്ച് വിട്ട് 1.25 ഇഞ്ച് ഹോൾ. ഇനി നമ്മൾ ഈ പീസുകളെല്ലാം നമ്മൾ പകർത്തി വരയ്ക്കുകയാണ്. കുറിയ കഷ്ണം വാങ്ങി കുറിയ കഷ്ണം മുറി വെട്ടിയിട്ട് ഇപ്പം നമ്മൾ ഈ പീസിന് ഒരു 1.5 നൂല് വാങ്ങും. വാങ്ങിയിട്ട് ആ മുറുക്കി ഇതിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ക്വയറിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് ഹോളിട്ടിട്ട് നമ്മളുടെ പുതിയ ടെക്നിക്കൽ സിസ്റ്റം അനുസരിച്ച് നമ്മളിത് ബോൾട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ചെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു ഫിറ്റിങ്സാണ് നമ്മൾ ഈസി ചെയറിൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ഹോൾ ഇടുന്നില്ല, ഒരു ഹോൾ ഇടുന്നുണ്ട്. തലവശത്ത് ആ വളവ് വരുന്ന പീസ് അത് 4.5 നൂല് മാത്രമേ കനമുള്ളൂ. അതുകൊണ്ടിട്ട് അത് നമുക്ക് ഒട്ടും ബോൾട്ടും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ പീസ് മാത്രം നമ്മൾ ഹോൾ ഇടുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ബോൾട്ടുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് നെറ്റും ബോൾട്ടും ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധയോടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഴിച്ചെടുത്തിട്ട് വല്ലയിടത്തേക്ക് നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് കൊണ്ടുപോകാം. നന്നായിട്ട് ചെറുതായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും സ്പേസ് വലുതായിട്ട് തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ഓരോ പട്ടികകളും നമുക്ക് അഴിച്ചെടുത്തിട്ട് സുഖമായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അതാണ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം. ഇതിപ്പോൾ നമ്മൾ ആ നെടിയ കഷ്ണത്തിൽ നിന്ന് ഒരു 1.5 നൂല് വാങ്ങിക്കളയാൻ വേണ്ടിയിട്ട് റൂട്ടറിൽ ചെറുതായിട്ടൊന്ന് സ്പേസ് ഇട്ടെടുക്കുക. ഇനി ബാക്കി നമ്മൾ ഉള്ളിക്ക് കുത്തി സ്ക്വയർ ചെയ്തെടുക്കും. ഇതിപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ അവിടെ വരുന്ന ആ 3 ഇഞ്ച് 5/8 പീസ് അതിനൊരു ഹോളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഹോളിന് വേണ്ടിയിട്ടാണ്, ഹോൾ ഇടാൻ വേണ്ടിയിട്ട് റൂട്ടറിൽ എടുക്കുക.
ഇനി നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഹോൾ കിട്ടും. ഓക്കെ, നമുക്ക് ഫിറ്റിങ്സ് തുടങ്ങാം. ഹോൾ ഇടാൻ നേരത്തെ നമ്മൾ വേറെ ചെയ്യേണ്ട അവിടെ ജസ്റ്റ് ഒന്ന് കൈപിടിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ എളുപ്പം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലാമ്പിട്ട് പൂട്ടി ചിറ്റാൻ വെക്കുന്ന പണികൾ മറ്റും എല്ലാം നമുക്ക് ഒഴിവാക്കി. ഇത് നമുക്ക് ഓരോ പീസുകൾ നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. അവസാനം നമ്മൾ ഒരുമിച്ച് സെറ്റ് ചെയ്താൽ മതി. അതുപോലെ ഹോൾ ഇടുക. നമ്പർ ഇട്ടിട്ടുണ്ട്, ഓരോന്നിനും നമ്പർ ഇട്ടേക്കുക, അത്രേ ഉള്ളൂ. ഇപ്പുറം ഹോൾഡ്, ഇപ്പുറം ഹോൾഡ്.
പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ബെറ്റ് മാറ്റി ഇതിപ്പോൾ 10 mm ബെറ്റാണ് ഇട്ടിരിക്കുന്നത്. ഈ 10 mm ബെറ്റ് ഇട്ടിട്ട് ഈ ചെറിയ ഹോള് ഈ ബെറ്റിട്ട് വലുതാക്കാൻ പോണേ. ഈ ഹോളിലേക്ക് ഇനി നമ്മൾ ഈ ഹോളിലേക്ക് ഇനി നമ്മൾ ഈ ബോൾട്ട് ഇതുപോലെയാണ് കടത്തി കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കടത്തി കൊടുക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ട്യൂബിൻ്റെ 10 പീസും അതുപോലെ 10 നെറ്റും ബോൾട്ടും അപ്പോൾ തന്നെ ഒരു 10 ക്യാപ് നെട്ടുണ്ട്. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ഒരു ഈസി ചെയർ സെറ്റ് ചെയ്യാൻ പോണെയാണ്. ഞാനിത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഞാൻ മുൻപ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞ് വെന്റിലേഷൻ അതായത് ജനലി കട്ടിലൊക്കെ ഇതുപോലെ കൂട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല, അത് നമുക്ക് പ്രയോജനമാണെന്ന് തെളിയിക്കുക കൂടിയാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു ഈസി ചെയർ സെറ്റ് ചെയ്യാൻ പോണെയാണ്. ഓക്കെ, ഇതിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ വരുന്ന ഈ പീസ് ഇത് കഴിഞ്ഞിട്ട് ഈ നെറ്റിടാനുള്ള അത്ര സ്പേസ് മാത്രമേ പാടുള്ളൂ. അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഉള്ളിലേക്ക് ഹോൾ ഇടാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇടുമ്പോഴേ ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ലിപ്പാവും. അപ്പോഴാണ് ടൈറ്റ് കിട്ടുന്നത്. സ്ലിപ്പാകുമ്പോഴാണ് ടൈറ്റ് കിട്ടുന്നത്. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞാൽ മുഴുവനായിട്ട് പോയി. അടുത്തത് അതുപോലെ തന്നെ ഇത്രയൊക്കെ പോവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിടുമ്പോഴാണ് തെന്നിക്കയറുന്നത്. ഈ ട്യൂബുകൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം തെന്നിക്കയറണമെങ്കിൽ ഈ ഹോളിനേക്കാളും കുറച്ച് നീളം കൂടുതൽ ട്യൂബിന് വേണം. അപ്പോൾ നമ്മളിപ്പോൾ നീളം കൂടുതൽ എടുക്കണ്ട, ഹോൾ എത്രയാണോ അത്രയും തന്നെ നീളത്തിൽ ട്യൂബ് മുറിച്ചാൽ മതി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ നീളം കൂടുതൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിരുന്ന ഈ നെറ്റിൻ്റെ ആ അറ്റം നെറ്റും തിരിച്ചല്ലിടുന്നത് അതിൻ്റെ അറ്റം ഒരു 4 mm ഉണ്ടാവും അതിൻ്റെ കുട. അതുപോലെ നമ്മൾ ഇവിടുന്ന് മുറുക്കി കയറ്റുന്ന ഈ ബോൾട്ട് അതും ഒരു 4 mm ഉണ്ടാവും. അപ്പോൾ ഒരു 8 mm ഉള്ളിൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടും. അപ്പോൾ ആ ഒരു 8 mm സ്പേസാണ് ഈ ട്യൂബ് തെന്നാനായിട്ട് കാരണമാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹോളിൻ്റെ നീളം എത്രയാണോ അതനുസരിച്ച് തന്നെ ട്യൂബ് മുറിക്കണം. നമ്മളതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടുന്ന് നമ്മളിടുന്ന നെറ്റ് ഹോളിൽ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള സ്പേസ് ഉണ്ടാകും. അതുകൊണ്ട് ആ നെറ്റ് മാക്സിമം അത് തിരിച്ച് അതിൻ്റെ അകത്ത് കയറ്റുക. എന്നിട്ട് ബാക്കി എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോകാതെ ഉണ്ടെങ്കിൽ പയ്യെ ചുറ്റി കൊണ്ടൊന്ന് മുട്ടി അകത്തേക്ക് കയറ്റുക. എന്നിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങാനായിട്ട്. ഈ പീസ് ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചേക്കാം.
നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അഴിച്ച് റീസെറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ അഴിച്ചെടുക്കാം. ക്യാബിനറ്റ് എടുത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ക്യാബിനറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ക്യാബിനറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഉപദ്രവമൊന്നും ഉണ്ടാവില്ല, അതായത് ആരുടെ മേത്ത് വരഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയത്തില്ല. അതുകൊണ്ട് ക്യാബിനറ്റാണ്. പിന്നെ നിങ്ങളിപ്പോൾ മട്ടം വെച്ച് നോക്കുന്നത് കണ്ടില്ലേ, കറക്റ്റ് സ്ക്വയറായിരിക്കും നമ്മൾ ഈ രീതിയിൽ തുളച്ചു തന്നാൽ. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോഴേക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ഇത്തരം ഹോളൊക്കെ ഇടുന്നതിലും നല്ല വേഗം കുടുംബയെ തുളയെടുത്തിട്ട് അടിച്ചേറ്റി ചെയ്യാൻ പാടില്ല. നമുക്കങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അഴിച്ച് എവിടെയും കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അതാണ് എന്നുവെച്ചാൽ നമുക്കിത് അഴിച്ച് റീസെറ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും. ഈ ഫീച്ചർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ബോൾ കുടുംബമില്ലാതെ നമ്മൾ നെറ്റ് ബോൾട്ടും വെച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റം വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തുളക്കുന്നത് ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ വരുന്ന 8 ഇഞ്ചിൻ്റെ പീസ് പിടിപ്പിക്കാനുള്ള ഹോളായിരുന്നത്. അത് ഫ്രണ്ടിൽ നിന്ന് 8 ഇഞ്ച് നീക്കിയിട്ടാണ് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഹോൾ ഇടുന്നത് ചെയറിൻ്റെ താഴത്ത് ഒരു 24 ഇഞ്ചിൻ്റെ പീസ് പിടിപ്പിക്കുന്നുണ്ട് രണ്ട് വശത്തും. അതിന് വേണ്ടിയിട്ടുള്ള ഹോളാണ് ഇപ്പോൾ ഇടുന്നത്. ഈ പീസ് പിടിപ്പിക്കാനായിട്ട് ഈ ഹോൾ ഇടുന്നത് താഴത്ത് നിന്ന് 8.5 ഇഞ്ച് മുകളിലേക്ക് നീക്കിയിട്ടാണ് ഈ ഹോൾ ഇടുന്നത്. രണ്ട് ഫ്രെയിമിനും ഇതുപോലെ തന്നെ താഴത്ത് നിന്ന് 8.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഹോൾ ഇടേണ്ടത്. നമ്മളിപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഈസി ചെയർ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം നെട്ടും ബോൾട്ടയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. തുളയും കുടുമയില്ല. അതുപോലെ തന്നെ ഇത് റോക്കിംഗ് ഈസി ചെയറാണ്. അതായത് ഇതിന്മേലിരുന്ന് നമുക്ക് മുൻപോട്ടും പുറകോട്ടും നമുക്ക് ഷെയ്ക്ക് ചെയ്ത് നമുക്ക് ആടി ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു ചെയറാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ കാണുന്നത്. സെറ്റ് ചെയ്യുന്നത് ശ്രദ്ധയോടെ കണ്ടില്ലെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ മരപ്പണിക്കാരനായിരിക്കാം, പക്ഷേ നിങ്ങൾക്കിത് പണിയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളത് വീഡിയോ ശ്രദ്ധയോടെ തന്നെ കാണണം. ഇതിൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഹൈറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് 19 ഇഞ്ചാണ്. പിന്നെ നമ്മുടെ ഈ ചെയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബാക്കിൽ ഇരുത്തില്ല. അടിയിൽ അതിന് പകരം 2 പട്ടിക പിടിപ്പിച്ചൊക്കെ കാണാം. ഇതിപ്പോൾ നിൽക്കുന്ന 2 ജി ക്ലാമ്പയിലാണ്. ആ ജി ക്ലാമ്പ് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകും. എന്നാൽ ആ ഭാഗത്ത് നമ്മൾ നെട്ടും ബോൾട്ട് വെക്കുന്നില്ല. അപ്പോൾ ആ ഭാഗത്ത് നെട്ടും ബോൾട്ടും വെക്കാതെ
ഇതെങ്ങനെയാണ് ഇത് നേരെ നിൽക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത, ഈ വർക്കിൻ്റെ പ്രത്യേകതയും. അതാണ് ഞാൻ നിങ്ങളോട് ശ്രദ്ധയോടെ തന്നെ വീഡിയോ കാണണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് മുമ്പോട്ട് പോവാം. ഞാനിപ്പോൾ ക്ലാമ്പ് അഴിക്കാൻ പോണേണ്. ജി ക്ലാമ്പ് അപ്പുറം ഇപ്പുറം ഉള്ളത് അഴിക്കാൻ പോണേണ്. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാനായിട്ട്. ഞാൻ നിങ്ങളോട് ഒരു തമാശക്കൊരു കാര്യം പറയണം. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക്, ഞാനിതിലൊരു 2 പീസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ഞാനിതുമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. ഇതാ ക്ലാമ്പ് അഴിച്ചപ്പോൾ നമ്മുടെ കസേര ഇങ്ങനെയായി. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് നേരെ നിർത്താൻ പറ്റും? നേരെ നിർത്തുന്ന മാത്രമല്ല, ആൾ കയറി ഇരിക്കാൻ വേണമല്ലോ, ആളുടെ വെയിറ്റ് ഉൾപ്പെടെ വരണം. അതെങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾക്ക് താഴത്ത് ഈ 2 ഫ്രെയിമും തമ്മിൽ ഫിറ്റ് ചെയ്യുന്ന ഈ പീസ്, ഇതിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് നമ്മൾ മാർക്ക് എടുക്കുന്നത് ഇങ്ങനെ അടയാളപ്പെടുന്നത്. ഇത് സാധനങ്ങൾ നമ്മൾ ടേബിളിൽ ഇപ്പോൾ ചെയർ സീറ്റായി കിടക്കുക, ആ സീറ്റായി കിടക്കുന്ന ആ അളവിൽ നിന്ന്, ആ പൊസിഷനിൽ നിന്നിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഈ ബോൾട്ടിൻ്റെ അളവെടുക്കാൻ. അതാണ് ഞാൻ എടുത്തത്. ഇവിടെ ഞാൻ ചുറ്റിയാക്കി മുട്ടിയാക്കി പോയിന്റ് വന്നു. ഇനി അതിന് ഇവിടെ നമ്മൾ സെൻറ്റർ പിടിച്ച് മട്ടോട്ട് വരച്ചിട്ട് വേണം ഹോളിടാൻ. അതുപോലെ തന്നെ ഇപ്പുറവും. അപ്പോൾ നമുക്ക് ചെയർ കറക്റ്റായിട്ട് ഇങ്ങനെ സീറ്റായിട്ട് കിടക്കുന്ന പൊസിഷനിലുള്ള ഹോള് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ചെയർ ഇങ്ങനെ സീറ്റായിട്ട് ടേബിളിൽ കിടക്കുന്ന പൊസിഷനിലുള്ള ഈ ഹോള് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ഫ്രണ്ട് വശത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോള് ഇട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്ക് വശം നമ്മൾ ഇതുപോലെ ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ ചുറ്റിയൊക്കെ ഇട്ടിട്ട് പോയിന്റ് ഇവിടെ ഉണ്ട്. ആ പോയിന്റിൽ നമ്മൾ ഹോൾ ഇടുന്നത് എങ്കിൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ സീറ്റായിട്ട് കിടക്കുന്ന രീതിയിൽ നമുക്ക് ചെയർ കിട്ടുന്നത്. കണ്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹോളെല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ടേബിളിൽ ഇത് പതിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ നമുക്കിത് ഉയർന്നു നിൽക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കുന്നത്. ഇതൊന്നും പൊങ്ങണില്ല. ഇവിടുന്ന് ഉയർത്തിയപ്പോൾ എത്ര പൊങ്ങി. ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം താഴേക്ക് പോയിട്ടില്ല. പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നിർത്തണമല്ലോ, നിർത്തിക്കിട്ടണം. ഓക്കെ, ഈ ഞാനിവിടെ പോയിന്റ് ഇട്ടിട്ടില്ലേ, നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊരു പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിൽ വെച്ചിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. ആ പോയിന്റിന്റെ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടാ. വലിയ വിഷയം എന്നാൽ ഇവിടെ സ്ക്രൂ ബോൾട്ട് ഇല്ലാത്തതാണ് വിഷയം. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ ബോൾട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇവിടെ ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ചെയറാവില്ല, നമ്മുടെ പഴയ സാധാരണ ഈസി ചെയറായി പോകും. അപ്പോൾ അതാണ്
നമുക്ക് ബോൾട്ട് വെക്കാനും പറ്റില്ല. എന്നാൽ ബോൾട്ട് വെക്കാതെ അതായത് നമ്മളിതിനെ നിർത്താൻ വേണം. ബോൾട്ട് നിർത്തിയാൽ പോലല്ലോ ഒരാൾ കയറി എടുക്കില്ലേ, അപ്പൊ ആളുടെ കയ്യിലൂടെ എടുക്കുന്നത് നിർത്തണം. ഇത്തിരി കറക്റ്റ് ചെയ്യാനുണ്ട്, അപ്പുറത്ത് കറക്റ്റ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഇരിപ്പിൽ ഞാൻ ചില അളവുകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്ന അതായത് ആ ഹെഡ് റെസ്റ്റ് വരുന്ന ആ പീസ് അതിൻ്റെ ലെങ്ത്ത് 50 ഇഞ്ചാണ്. അതുപോലെ സീറ്റിൻ്റെ അവിടെ നിന്ന് വന്നിരിക്കുന്ന ആ പീസ് 46 ഇഞ്ചിനാണ്. പിന്നെ ഹാൻഡ് റെസ്റ്റ് പിടിപ്പിക്കാനുള്ള ഈ റീപ്പറിൻ്റെ നീളം അത് 32 ഇഞ്ചാണത്. എന്നിട്ട് നമ്മളത് ഈ ഭാഗത്ത് നിന്ന് ഇവിടം വരെ ഈ ഹോള് ഇട്ടിരിക്കുന്നത് 20.5 ഇഞ്ചിനാണ്. അതുപോലെ അതിൻ്റെ അടിയിലത്തെ ഈ പീസ് 8.5 ഇഞ്ചാണ് നീളം. അതിവിടെ ഇതുപോലെ 1 ഇഞ്ച് ഇട്ടിട്ടാണ് ഹോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പുറത്തും അതുപോലെ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഫ്രെയിമും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ 2 ഫ്രെയിമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പീസിന് 24 ഇഞ്ചാണ്. അതും 1 ഇഞ്ച് വിട്ടിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഹോൾ ഇടുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് ഹോൾ ഇടുമ്പോൾ അതായത് ഇതും നമുക്ക് ഹോളിട്ട് പിടിപ്പിക്കാം. 8.5 ഇഞ്ചിന് ഇവിടുന്ന് 1 ഇഞ്ച് വിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഹോളിട്ട് പിടിപ്പിക്കാം. എന്നിട്ട് ഇതും അവിടുന്ന് നമ്മൾ 20.5 ഇഞ്ച് വെച്ചിട്ട് ഈ ഹോള് ഓക്കെ അത് സെറ്റ് ചെയ്ത്. പക്ഷേ ഇത് സെറ്റ് ചെയ്യരുത്, ഈ ഹോൾ ഇടരുത്. ഈ ഹോൾ ഇടേണ്ടത് ലാസ്റ്റാണ്. ഇത് നമ്മൾ ഈ ചെയർ നമ്മൾ ഈ ടേബിളിലോ ഫ്ലോറിലോ നമ്മൾ കിടത്തിയിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഹോൾ ഇടാൻ പാടുള്ളൂ. കിടത്തിയിടുമ്പോഴേക്കും കറക്റ്റ് ലെവലിൽ സീറ്റിംഗ് ഇട്ടിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടേക്കുക. അത് ഇതുമ്മലോ ഹോൾ ഇടുക. എന്നിട്ട് ആ ബോൾട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയിട്ട് നമ്മൾ ബോൾട്ട് മുട്ടി പോയിൻ്റ് ഇട്ടിട്ട് വേണം നേരത്തെ ഞാൻ കാണിച്ച പോലെ ഹോൾ ഇടാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് അടയും തുറയും ചെയ്യില്ല. അപ്പോൾ സീറ്റിങ്ങിൽ കിടക്കുമ്പോൾ കറക്റ്റ് അടഞ്ഞു കിടക്കും നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ബോൾട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തലക്കിലോ ആ തലക്കിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു തലക്കിൽ ഇതിൻ്റെ ഈ തലക്കിലോ ആ തലക്കിലോ ഏതെങ്കിലും ഒരു തലക്കിൽ ഹോൾ ഇടാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രണ്ട് വശത്ത് ഞാൻ ഹോൾ ഇട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് ഞാൻ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുമ്മൽ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, തമ്മിൽ ബോൾട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്ത്. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് വെറുതെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹോളാണ് ഈ കിടക്കുന്നത്. ആ ഹോൾ മാറ്റി ഇത് നമ്മളിത് ക്ലോസ് ചെയ്ത് കളയും. ഫിനിഷിങ്ങിൽ അത് ക്ലോസ് ചെയ്ത് കളയും. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഈ ഒരു തല നമ്മൾ ആദ്യം ബോൾട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ 2 അടി പീസിൻ്റെ ഇവിടുന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടേക്കുക. ഹോളിൽ കൂടി ഒരു ബോൾട്ട് ഇട്ടിട്ട് ഈ ഫ്രെയിമിലൊക്കെ ബോൾട്ട് ചുറ്റിയൊക്കെ ടച്ച് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഈ ഹോൾ ഇടാൻ. അത് ചെയ്യേണ്ടത് നമ്മൾ ഈ ചെയർ നമ്മൾ താഴേക്ക് ഒതുക്കിയിട്ടതിന് ശേഷം, അതായത് ടേബിളിൽ ചെയർ പതിപ്പിച്ചിട്ടതിന് ശേഷം മാത്രമേ ഹോൾ ഇടാൻ പാടുള്ളൂ. ഈ ഹോളും അതുപോലെ ഈ ഹോളും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ 2 ഹോൾ അതുപോലെ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കാണുന്ന ഈ റൂഫിംഗ് ബോൾട്ട്, ഈ കാണുന്നത് ഇതിൻ്റെ കുടഭാഗം നമ്മളിത് കൗണ്ടർസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പതിപ്പിച്ചേക്കുക. ലെവലാണിത്, ഉണ്ടാ ഇങ്ങനെ ആയിരിക്കണം. കാരണം വെച്ചാൽ ഇത് മടങ്ങുമ്പോൾ നമ്മൾ ചെയർ നമ്മളിങ്ങനെ താഴ്ത്ത്
പതിപ്പിച്ച് നമ്മൾ വെക്കുമ്പോൾ ഇതല്ല ഇത് വന്ന് ഇവിടെ വന്ന് കയറും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ ഈ ബോൾട്ടിൻ്റെ എല്ലാത്തിൻ്റെ കുട നമ്മൾ കൗണ്ടർ ചെയ്ത് അത് പതിപ്പിച്ചാൽ വേണം. കണ്ടോ, ഇതങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഉൾഭാഗത്ത് ഇതങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളിതിൻ്റെ സീറ്റ് ഇതിൻ്റെ ഉൾഭാഗം 17.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 18 ഇഞ്ചാണ് നമുക്ക് ക്ലോത്ത് കിട്ടുന്നത്. അപ്പോൾ ഇത് 17.25. പിന്നെ ഇതിൻ്റെ ഈ ഫ്രെയിം കനം 2 ഫ്രെയിം കനം കൂടി കൂട്ടിയിട്ട് വരും. അതിന് വന്നിട്ട് അതിൻ്റെ ഔട്ട് സൈഡിൽ വരാൻ പറ്റണമെന്ന് നമ്മൾ ഔട്ട് സൈഡിലത്തെ ഫ്രെയിം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം ഇതിന്മേന്നാണ് അതിൻ്റെ വീതി കിട്ടുന്നത്. ഇതിന്മേന്നാണ് ഇതിൻ്റെ വീതി കിട്ടുന്നത്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ജി ക്ലാമ്പ് അഴിച്ചു കഴിഞ്ഞാലും ഇത് താഴേക്ക് പോകരുതല്ലോ. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അതിനിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ഇത് നമ്മൾ ഈ ഭാഗം നമ്മൾ വരച്ചിട്ട് ഒരു 8 mm ഇതുമെന്ന് നമ്മൾ എടുത്ത് കളയും. ഇവിടെ നമ്മൾ വരച്ചിട്ട് ഒരു 8 mm നമ്മൾ ഇവിടുന്ന് ഇത് വാങ്ങിക്കളഞ്ഞിട്ട് ഇത് നമ്മൾ ബോൾട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ പിടിക്കും. പിന്നെ അതുപോലെ ഈ ടോപ്പ് വശം നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് നമ്മൾ ഇത് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഹാൻഡ് റെസ്റ്റ് പിടിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ മുകളിലാണ് ഹാൻഡ് റെസ്റ്റ് വന്ന് ഈ ടോപ്പിൽ ഹാൻഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോഴേക്കുള്ള ആ സ്ട്രോങ് ആകലും അതുപോലെ ഇവിടെ നമ്മൾ വാങ്ങിയിട്ട് ഒരു 8 mm ഇത് വാങ്ങി നമ്മൾ ഈ ബോൾട്ട് പതിപ്പിക്കും. അപ്പോൾ അത് വെരി സ്ട്രോങ് ആവും. അങ്ങനെയാണ് നമ്മളിത് താഴേക്ക് പോകാതെ നിർത്തുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ വർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നോക്കാം. ഇതാ നമ്മളിത് വെട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കംപ്ലീറ്റ് ഞാൻ അഴിച്ചെടുക്കാം. കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഫ്രെയിമൊക്കെ ഇതുപോലെ ഇതിൻ്റെ റൂട്ട് അടിക്കണ പോലെ ഇതെല്ലാം ഞാൻ റൂട്ട് അടിച്ച് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഹാൻഡ് റെസ്റ്റ് പിടിപ്പിക്കും. ഹാൻഡ് റെസ്റ്റ് പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ് ഈ അളവിന് അനുസരിച്ച് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വേണം ഞാൻ എന്നിട്ടേ ഞാൻ ഇതിൻ്റെ മുകളിൽ ഹാൻഡ് റെസ്റ്റ് പിടിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഹാൻഡ് റെസ്റ്റ് പിടിപ്പിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉറപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഹാൻഡ് റെസ്റ്റ് കൂടി വരുമ്പോൾ ഡബിൾ സ്ട്രോങ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാനായിട്ടും വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ആണ് ഹാൻഡ് റെസ്റ്റ് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ആ പോയിൻ്റ് നമ്മൾ കണ്ടെത്തുന്നത് സീറ്റ് 19 ഇഞ്ചാണ്. ആ 19 ഇഞ്ച് ഹൈറ്റ് നോക്കിയിട്ടാണ് അതനുസരിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്.
നമ്മൾ ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ ടോപ്പിലത്തെ ഈ പീസിൻ്റെ വീതി അത് 3.25 ഇഞ്ച് വീതി. അതിപ്പോൾ ഒരിത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ നീളം 40 ഇഞ്ചാണ്. അതുപോലെ ഹാൻഡ് റെസ്റ്റിൻ്റെ ബാക്കിലത്തെ കട്ടിങ്ങൊന്നും ഞാനതൊന്നും ഇടുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഈ നീളം കൂടും. അതുകൊണ്ടിട്ട് ഞാനത് ഒഴിവാക്കിയാണ്. പക്ഷെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മളിത് ഇന്നലെ ഇട്ടിട്ട് സെറ്റ് ചെയ്താണ്. നമുക്ക് ഇനി വയസ്സ് നമുക്ക് അയച്ചു നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? ചെയർ അടിപൊളിയല്ലേ? ഇഷ്ടമായോ? ഈ ചെയർ നമുക്ക് നമ്മുടെ പഴയ കാലത്ത് കാരണന്മാർ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ നമുക്കിത് ആടാതെ നമുക്കിത് ഉപയോഗിക്കാം. അതിനായിട്ട് ഈ 2 സൈഡിൽ ഒരേ ഹോളിട്ടിട്ട് നെറ്റ് ഹോളിട്ടിട്ട് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് ആടില്ല പഴയമാരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ തന്നെ റിയൽ വുഡ് വർക്കിന്റെ എല്ലാവിധ ഓണാശംസകളും നേരുകയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണണം. ഇതിന്റെ മേക്കിംഗ് നിങ്ങൾ ശ്രദ്ധയോടെ കാണണം. കാരണം ഇതിന്റെ കഥയും തിരക്കഥയും ആക്ടിങ്ങും ഡയറക്ഷനും എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം ഞാൻ തന്നെ. അപ്പൊ ഏതെങ്കിലും മേഖലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തിരുത്തപ്പെടാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങളപ്പോൾ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക. ഈ സമയം വരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ കൂടെ തന്നെ ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അതുപോലെ കഴിഞ്ഞ വീഡിയോസ് ഞാൻ ഇട്ടിരിക്കുന്ന കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണണം. പിന്നെ ഈ ഓണക്കാലത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. യെസ്.